പിന്നെ അസാധാരണമായൊരു തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDF-നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ തരത്തിൽ പാർട്ടി ഒന്നടങ്കം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് സത്യസന്ധമായും നിർഭയമായും മുൻവിധികളൊന്നും കൂടാതെയും പരിശോധിച്ച് ആ പരിശോധനയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ നേതൃത്വ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ് സാധാരണ നിലപാടുകളിലേക്ക് എത്തുക, നിഗമനങ്ങളിലേക്ക് എത്തുക. ഇത്തവണ പാർട്ടി അസാധാരണമായ ഒരു സംഘടനാ പ്രവർത്തന രീതി ഈ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ, പാർട്ടി സഖാക്കൾ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു 1.5 മാസക്കാലം എടുത്ത് ഇത്തരത്തിലൊരു പരിശോധന നടത്താനാണ് ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ PB യോഗം 10-11 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 12-ാം തീയതി സെക്രട്ടേറിയറ്റും 13-14 തീയതികളിൽ കേരള സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. സഖാക്കൾ പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. ക്ഷമാപൂർവ്വം സഖാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. അങ്ങനെയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. രാത്രി 11 മണി വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയായിരുന്നു. നിങ്ങൾക്കറിയാം, അതെ, നിങ്ങൾ കൃത്യമായി കണക്കെടുത്തിട്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു പ്രവർത്തനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയും LDF-ഉം കേരളത്തിൽ തിരിച്ചു വരും. പാർലമെന്ററി ലീഡർഷിപ്പിൽ നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കുമോ എന്ന ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കുമോ എന്ന ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിൽ ആര് വേണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചില ചാനലുകൾ അതിനകത്ത് തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കണ്ട് അമ്പരുന്നു. ആ ഒരു വിഷയം പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അത് ചർച്ച ചെയ്യേണ്ട സമയത്ത് യഥാവിധി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം വേണമെന്ന് CPI ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും മതി നമ്മൾ തൽക്കാലം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. CPI പറഞ്ഞ അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്, നാണംകെട്ട തോൽവിയാണ്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തടക്കം പുതിയ ആൾ വരണം, ഡെപ്യൂട്ടി ലീഡർ അടക്കം പുതിയ ആളാവണം എന്ന് സന്തോഷ് കുമാറിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ്? അതല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഓരോ പാർട്ടിയും പ്രതികരിക്കാൻ അവകാശമുള്ളതല്ല. ഇപ്പൊ അസാധാരണ വിലയിരുത്തൽ ഉണ്ടാവുന്ന അസാധാരണ നടപടി ഉണ്ടാവും, ഇതിന്റെ ഔട്ട്കം അസാധാരണമായിരിക്കും. അല്ല, അസാധാരണമായ പരിശോധന നടത്തി എന്ത് കണ്ടെത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടല്ലേ തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കാം. അതിപ്പോഴേ പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. ഈ പരാജയത്തിൽ നേതൃത്വത്തിന് കൂടി പങ്കില്ലേ? അങ്ങനെ ഒരു വികാരം ഇല്ലേ പൊതുവിൽ അണികൾക്കുള്ളിൽ? ഈ പറഞ്ഞ കാര്യവും ഞങ്ങൾ നടത്താൻ പോകുന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ട കാര്യമാണ്, അവിടെ നിന്ന് വെളിപ്പെടേണ്ട കാര്യമാണ്. ഇനി മറ്റേ നിങ്ങളെന്തോ ചോദിക്കാൻ തുടങ്ങിയല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുത്തൽ നടപടി വൈകിപ്പോയോ ശരിക്കും പാർട്ടിക്ക്? അല്ല, ഞങ്ങൾ ചർച്ച ചെയ്തപ്പം ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായി. അതിനെ തുടർന്ന് പരിശോധന നടത്തിയിട്ട് തിരുത്തലുകൾ വരുത്തണമെന്ന് തീരുമാനിച്ചു. ചില പരിശോധനകളും ചില തിരുത്തൽ ശ്രമങ്ങളും നടന്നു. പക്ഷേ അത് വേണ്ടത്ര പ്രയോജനം ചെയ്തില്ല എന്നാണ് വ്യക്തമാവുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെയാണ്. അപ്പോഴും അത് ഗൗരവമുള്ള ഒരു തിരിച്ചടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പരിശോധന നടത്തി തിരുത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ തന്നെ ഇപ്പോൾ ചില കുറവുകളോ പാകപ്പിഴകളോ ഉണ്ടോ, ഇതെല്ലാം ഇത്തവണ പരിശോധിക്കും.